ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ നാരങ്ങ അച്ചാറാണ് ഉണ്ടാക്കുന്നത്. നാരങ്ങ നമ്മൾ കുറച്ച് നാൾ ഉപ്പിലൊക്കെ ഇട്ട് വെച്ചിരുന്നിട്ട് നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുള്ളതാണ്. കയ്പില്ലാത്ത അച്ചാറാണ്. അപ്പോൾ ഇത് കുറച്ച് മാസങ്ങളോളം നമുക്ക് കേടുകൂടാണ്ട് സൂക്ഷിക്കേണ്ട രീതിയും കൂടെ പറയുന്നുണ്ട്. അങ്ങനത്തെ രീതിക്കാണ് നമ്മൾ മേക്ക് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഞാനിവിടെ ഒരു 1/2 കിലോ നാരങ്ങ എടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിനൊരു കിച്ചൺ ടവൽ കൊണ്ട് അതിൻ്റെ ഈർപ്പമൊക്കെ തുടച്ച് കളയുക. അല്ലെങ്കിൽ കുറച്ച് നേരം കഴുകിയതിന് ശേഷം വച്ചിരുന്നാലും മതി, അതിൻ്റെ ജലാംശമൊക്കെ പോകും. എന്നിട്ട് അതിനെ നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിടുക. എന്നിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു ഈർപ്പമില്ലാത്ത ഒരു പാത്രം എടുക്കുക. ഞാനിപ്പോൾ സ്റ്റീലിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ ഭരണിയോ അല്ലെങ്കിൽ മൺപാത്രമോ ഏത് പാത്രം വേണമെങ്കിൽ എടുക്കാം. അലുമിനിയം എടുക്കാൻ പാടില്ല. എന്നിട്ട് ആ സ്റ്റീൽ പാത്രത്തിലേക്ക്, ഈർപ്പമില്ലാത്ത പാത്രത്തിലേക്ക് ഫസ്റ്റ് ലെയർ ഉപ്പിട്ട് കൊടുക്കുക. ആ ഉപ്പിൻ്റെ മുകളിലേക്ക് ഒരു ലെയർ നാരങ്ങ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ പുറത്ത് വീണ്ടും നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അടുത്ത ലെയർ നാരങ്ങ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഈ പ്രോസസ്സ് നമ്മൾ എന്ത് ചെയ്യുക, കണ്ടിന്യൂ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നമുക്ക് എല്ലാ നാരങ്ങയും ഇട്ട് വെച്ചതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഈ നാരങ്ങ ഉണ്ടല്ലോ, നമ്മളൊരു 15 ദിവസം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. എല്ലാ ഉപ്പും നമ്മൾ എല്ലാ ലെയറും ആക്കിയതിന് ശേഷം ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക. അപ്പം നാരങ്ങയിലെ എല്ലാ ഭാഗത്തും ഉപ്പ് മാക്സിമം നന്നായിട്ട് പിടിക്കും. ഇതൊരു 15 ദിവസം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോഴേക്കും ഒരു ഈർപ്പമില്ലാത്ത സ്പൂൺ എടുത്തിട്ട് ദിവസവും രാവിലെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. അല്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ നേരത്തെ ആക്കിയത് കണക്ക് ആക്കി കൊടുത്താലും മതി. അപ്പോൾ നമ്മളിത് 15 ദിവസം കഴിഞ്ഞിട്ട് എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഈ നാരങ്ങ ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ, കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് അച്ചാർ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് വേണ്ടത് കുറച്ച് കടുക്, ഒരു 1/4 ടീസ്പൂൺ കടുക് എടുത്തിട്ട് ജസ്റ്റ് ഒരു പാനിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 4 ടീസ്പൂൺ നല്ല മുളക് പൊടിയും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം അളവ് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കായം കേട്ടോ, കട്ട കായമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഇഞ്ചി എടുത്തിട്ടുണ്ട്, കറിവേപ്പില. ഇത് 3 ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. പക്ഷേ വേണമെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളകും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വൈറ്റ് വിനെഗറും വേണം കേട്ടോ. അപ്പോൾ നമ്മൾ പാൻ എടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ ഉപയോഗിക്കുക, അതായിരിക്കും ടേസ്റ്റ് കൂടുതൽ. അതിലേക്ക് നമ്മൾ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോഴേക്കും നമ്മൾ അതിലേക്ക് അടുത്ത് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഇഞ്ചിയും നമ്മുടെ വെളുത്തുള്ളിയും നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്, അത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ സമയം നിങ്ങളുടെ കയ്യിൽ പച്ചമുളകും ഉണ്ടെങ്കിൽ പച്ചമുളകും ഇട്ട് കൊടുക്കുക. എന്നിട്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ചെറുതായിട്ട് അതിൻ്റെ ഫ്ലേവറൊക്കെ ആ എണ്ണയിൽ ഇങ്ങനെ ഒന്ന് മൊരിഞ്ഞ് ഇങ്ങനത്തെ ഒരു അളവിന് വരണം കേട്ടോ. വന്നതിന് ശേഷമാണ് നമ്മൾ അതിലേക്ക് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആ സമയം ഫ്ലെയിം വന്നിട്ട് ലോയിലാക്കുക, ഒത്തിരി ലോയിലാക്കുക, അല്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്താലും മതി. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മസാലപ്പൊടികൾ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഉലുവയുടെ പൊടി ഉണ്ടല്ലോ, ഒരു 1/2 ടീസ്പൂണോളം ഉലുവയുടെ പൊടി ഇട്ട് കൊടുക്കുക. നമ്മുടെ ആ കടുക് പൊടിച്ച് വെച്ചിട്ടുള്ളത്. പിന്നെ കായം, കട്ടക്കായം, അത് നമ്മൾ കായത്തിൻ്റെ പൊടിയാണെങ്കിൽ ഒരു 1/2 ടീസ്പൂണോളം അളവ് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. മസാലയുടെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം ഒരു 4 ടേബിൾ സ്പൂണോളം അളവ് വൈറ്റ് വിനെഗർ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെയും ആ വൈറ്റ് വിനെഗറിൽ എന്തെങ്കിലും ജലാംശം ഉണ്ടെങ്കിൽ പോകാനായിട്ട് ഒരു 5 മിനിറ്റ് ജസ്റ്റ് ഒന്ന് 2-3 മിനിറ്റ് ഇങ്ങനെ ഒന്ന് റോസ്റ്റാക്കി കൊടുക്കുക. അതിനുശേഷം തിളപ്പിച്ച വെള്ളം കേട്ടോ, തിളപ്പിച്ച് തണുത്ത വെള്ളമായിരുന്നാലും മതി, അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. നമുക്ക് ചാറ് എത്ര വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി ഒഴിച്ചു കൊടുക്കുക. അത് തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ അതിലേക്ക് നാരങ്ങ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഉപ്പിലിട്ട് വെച്ചിട്ടുള്ള നാരങ്ങ നമ്മൾ ഇപ്പോഴാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഈ നാരങ്ങ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതെല്ലാം മിക്സാക്കി കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് നമ്മൾ കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴേക്കും ആ നാരങ്ങയുടെയൊക്കെ ശരിക്കും ഇതിൻ്റെ ഈ ചാറ് കാണുമ്പോഴേക്കും നമ്മൾ ലൂസ് ചെയ്ത ഒരു കൺസിസ്റ്റൻസി ആണെന്ന് തോന്നും. പക്ഷെ നാരങ്ങ എല്ലാം മിക്സ് ആകുമ്പോഴേക്കും നല്ല തിക്കായിട്ട് ഒരു കൺസിസ്റ്റൻസി കിട്ടുന്നുണ്ട്. ശരിക്കും കടയിൽ നിന്നൊക്കെ മേടിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണ്. നമ്മൾ ഒരു പ്രിസർവേറ്റീവ് നമ്മളൊന്നും ചേർക്കുന്നില്ല. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കുറവായതെന്ന് തോന്നിയത് കാരണം ഞാൻ കുറച്ച് ഉപ്പിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഫ്ലെയിം ഹൈ ആക്കേണ്ട ഒരു ആവശ്യമില്ല. എന്നിട്ട് ഇത് ഒരു ഗ്ലാസിൻ്റെ കുപ്പി എടുക്കുക കേട്ടോ. ആ കുപ്പി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയതിന് ശേഷം മാത്രമേ അതിൽ സ്റ്റോർ ചെയ്ത് നമ്മുടെ സാധാരണ റൂം ടെമ്പറേച്ചറിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതായിട്ടുണ്ട്, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ഇപ്പോൾ മുതൽ തന്നെ കഴിച്ചു തുടങ്ങാവുന്നതേ ഉള്ളൂ. ഇത് മാസങ്ങളോളം നമുക്ക് കേടുകൂടാണ്ട് നമുക്ക് സൂക്ഷിക്കാൻ കഴിയും റൂം ടെമ്പറേച്ചറിൽ തന്നെ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.